ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുന്നത് 2020 ഓഗസ്റ്റ് 5-നാണ്. രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ ആണ് അന്ന് നടന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചുവടുവെപ്പായി അത് മാറുന്നു. അതായത് തർക്കങ്ങൾ ഒരു ഭാഗത്ത് അവസാനിച്ചുവെന്ന് സാങ്കേതികമായി നമുക്ക് പറയാൻ സാധിക്കില്ല. തർക്കങ്ങൾ ഇപ്പോഴും, എതിരഭിപ്രായങ്ങൾ ഇപ്പോഴുമുണ്ട്. പക്ഷേ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഓഗസ്റ്റ് 5, 2020 ആണ് രാമക്ഷേത്രത്തിൽ ഭൂമി പൂജ നടത്തിയത്. അതെ, അതിൽ പ്രധാനമന്ത്രിക്ക് വളരെ നിർണായകമായ ഒരു റോൾ ഉണ്ടായിരുന്നു ഈ ചടങ്ങിൽ. അത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി BJP ഉപയോഗിച്ചു എന്നൊരു പ്രതിപക്ഷ ആയുധമുണ്ട്. അത് അവർക്ക് ഗുണവും ചെയ്തു. ഇപ്പൊ രണ്ടാം വട്ടം അധികാരത്തിലേറിയ സമയവുമായാണ്. അപ്പൊ മാത്രമല്ല, ഇപ്പൊ നമുക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു വാഗ്ദാനം നമുക്കറിയാലോ, ഈ രാമക്ഷേത്രത്തിലേക്ക് ആളുകളെ സൗജന്യം കൊണ്ടുപോകും എന്നുള്ളത് ഒരു മാനിഫെസ്റ്റോ ഇലക്ഷൻ വാഗ്ദാനവും കൂടിയായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിക്ക് അതിനൊരു കീ റോൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പൂജകൾ വരുന്നു. അപ്പോൾ ഒരു മെയിൻ പിക്ചറിലേക്ക് BJPക്ക് ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്ന തരത്തിൽ അവരുടെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ എന്ന തരത്തിൽ അവരുടെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ അവരുടെ വലിയ വോട്ട് ബേസ് ഉണ്ടാക്കാൻ BJPക്ക് അത് ഒരു ഗുണകരമായ ഒരു ചടങ്ങായി മാറുകയും ചെയ്തു. എന്തായാലും ഈ രാഷ്ട്രീയമാണ് ഇപ്പോൾ ഈ വർത്തമാനകാല സാഹചര്യത്തിലടക്കം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ അടക്കം BJP അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന് പറയുമ്പോൾ, അന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സമയമാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അതിനെ ആ നിലയിൽ എതിർക്കപ്പെടുക എന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര ആവശ്യമുള്ള ഒന്നായിരുന്നില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഈ രാമജന്മഭൂമി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ആ ചടങ്ങിലേക്ക്, അന്ന് നടന്ന ഈ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങിലേക്ക് 175 പ്രമുഖ വ്യക്തികളെ ആയിരുന്നു രാമജന്മഭൂമി ട്രസ്റ്റ് ക്ഷണിച്ചത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. കോടതി നിർദ്ദേശപ്രകാരം തന്നെ ഒരു പാനൽ എന്ന് നമുക്ക് സാങ്കേതികമായി പറയാവുന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു. ആ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ ഒക്കെ നടക്കുന്നത്. എങ്കിൽ പോലും അതെല്ലാം BJP ആണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അവിടെ ഈ ഭൂമി പൂജ നടക്കുമ്പോൾ തന്നെ മറ്റൊരു വിവാദം ഉയർന്നിരുന്നു. അതിൽ LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർ എല്ലാം പട്ടികയിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ എടുത്തു പറയേണ്ടത് LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയുമായിരുന്നു ആ രഥയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. എന്നിട്ടും അവരെ എന്തുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല, അവരെ തള്ളി എന്നുള്ള വിമർശനം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് മനു ഇതൊന്ന് സൂചിപ്പിച്ചു പോകണമല്ലോ. അതെ, സ്വാഭാവികമായും ഈ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഒരു ചരിത്രത്തിൽ ഈ പെട്ടെന്നുള്ളൊരു BJP, അപ്പം ജനസംഘം കഴിഞ്ഞ് പിന്നെ ജനതാ പാർട്ടിയായി, പിന്നെ വീണ്ടും BJP അവിടെ വീണ്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വരുന്നൊരു ഘട്ടത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 2 സീറ്റ് മാത്രം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ നിന്നാണ് ഇത് ഒരു വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിനായി BJP ഉയർത്തുന്നത്. അന്ന് ഈ രാജ്യത്തെ പല തരത്തിലുള്ള കാസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു കാലമായിരുന്നു. ജാതി, OBC, പിന്നോക്ക വിഭാഗം, അങ്ങനെ വ്യത്യസ്തമായ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ ഹൈന്ദവ ഏകീകരണത്തിന് BJP ഉപയോഗിച്ചിരുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ആശയമായിരുന്നു രാമക്ഷേത്രം എന്നത്. അതിൻ്റെ ഗുണം BJPക്ക് പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകൾ കിട്ടി. പിന്നെ അത് സീറ്റ് 2-ൽ നിന്ന് 89-ലേക്ക് വരുന്നു. അങ്ങനെ ഒരു കരുത്തുറ്റ പാർട്ടിയായി BJP മാറുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ രാമക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രചാരണ പരിപാടിയും അതിന് നേതൃത്വം നൽകിയ LK അദ്വാനിയുടെ ഈ രഥയാത്രയും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രസംഗങ്ങൾ കേൾക്കാൻ പലയിടങ്ങളിലും ആയിരങ്ങൾ തടിച്ചുകൂടുന്നു. അതുതന്നെ ഒരു BJP ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കുന്നു. ആൾക്കൂട്ടങ്ങളെ ആകർഷിക്കാൻ അവർക്ക് കഴിയുന്നു. അപ്പോൾ അതിനുശേഷവും ഈ രഥയാത്ര എന്നത് ഒരു നമ്മുടെ നാട്ടിലൊരു കോമൺ ഇതായി. ഇലക്ഷൻ്റെ സമയത്തൊക്കെ പോലും 2004 ഇലക്ഷൻ പ്രചരണത്തിന് മുന്നേ മറ്റൊരു യാത്ര നടത്തുന്നുണ്ട് അദ്വാനി. അപ്പോൾ ഈ LK അദ്വാനി നടത്തുന്ന ആ ഒരു യാത്രയിലും ഇതുപോലെ ഒരു ബസ്സൊക്കെ തയ്യാറാക്കിയിരുന്നു. അന്ന് ഈ ബസ്സിൽ ഇതുപോലെ ഹൈഡ്രോളിക് പിന്നെ ഇതൊക്കെ ഉണ്ട്, സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തു നിന്ന് അദ്ദേഹത്തിന് പൊങ്ങി മേലേക്ക് വരാനൊക്കെ കഴിയും. എന്നിട്ട് ആ ബസ്സിൻ്റെ മുകളിൽ നിന്ന്
പ്രസംഗിക്കുക എന്നൊക്കെ ഉള്ള രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ് കാണാനൊക്കെ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങളൊക്കെ ചെന്ന് നോക്കുകയും എന്താണ് ഈ ബസ്സിൻ്റെ സവിശേഷത എന്ന്. അപ്പോൾ അതിനും പേര് രഥം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഈ രഥം എന്നുള്ളത്, രഥയാത്ര എന്നുള്ളത് സാധാരണഗതിയിൽ നമ്മൾ പദയാത്ര എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ഇതുണ്ട്. ഇപ്പോൾ ദന്തി മാർച്ചൊക്കെ പറഞ്ഞ് നടന്നു പോയി ഇത് ചെയ്യുക, അല്ലെങ്കിൽ ആളുകളിൽ പദയാത്ര നടത്തുക, വാഹനപ്രചരണ ജാഥ എന്നൊക്കെയുള്ള പൊതുപ്രയോഗങ്ങളിൽ നിന്ന് ഈ യാത്രകൾക്ക് രഥയാത്ര എന്നുള്ളൊരു പേര് വരികയും അതൊരു വിജയം. രഥം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന് നീങ്ങുന്നൊരു, അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെയൊക്കെ ഒരു വാഹനം എന്ന നിലയിൽ ഒരു കരുത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണല്ലോ. അപ്പോൾ അത് കൂടുതലും ഈ പോർക്കളങ്ങളിലേക്കൊക്കെ രഥം നീങ്ങുന്നു, അപ്പോൾ മറ്റ് ആളുകളൊക്കെ അതിന് വശംവദരാകുന്നു എന്നൊക്കെയുള്ളത് ഒരു സങ്കല്പം കൂടി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുറെ കൂടി തീക്ഷ്ണമായ ഒരു രാഷ്ട്രീയ ശൈലിക്ക് രഥയാത്രകൾ വഴിവെച്ചു എന്നുള്ളതാണ്. റൈറ്റ്. എന്തായാലും പിന്നീട് ക്ഷണിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട BJP നേതാക്കൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഉമാഭാരതി ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. അതായിരുന്നു ഈ ഭൂമി പൂജയുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നത് എങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രതിഷ്ഠാ ചടങ്ങ് 22-ാം തീയതിയാണ്, ജനുവരി 22-ാം തീയതിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോകുന്നത്. നിരവധി ആത്മീയ ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് ആ ചടങ്ങ് നടക്കുന്നത് എങ്കിൽ പോലും രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു, ആരൊക്കെ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ മനു. അതെ, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാട് വേണമെന്ന് അവർക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പം മുഴുവൻ ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ്. ശശി തരൂർ പറഞ്ഞു താൻ ക്ഷേത്രത്തിൽ പോകുമെന്ന് പറഞ്ഞു. ദിഗ്വിജയ് സിംഗ് നേരത്തെ ക്ഷേത്രത്തിൽ പോകണം, ഇത് കോൺഗ്രസിൻ്റെയും കൂടി ഒരു നേട്ടമാണ് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം അത് എനിക്ക് ക്ഷണം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി. അതേസമയം പിന്നെ കപിൽ സിബലിനെ പോലുള്ളവർ ഒരിക്കലും പോകില്ല എന്നുള്ള ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. യെച്ചൂരിയും ഡി രാജയും ക്ഷണം നിരസിച്ചിട്ടുണ്ട്. അപ്പോൾ മമതാ ബാനർജി ക്ഷണം നിരസിച്ചിട്ടുണ്ട്. ചിലരാകട്ടെ ശിവസേനയിൽ നിന്ന് ഇത് പോകണം എന്ന ശക്തമായ ആവശ്യമുണ്ട്. ശരത് പവാറിനെ വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും NCPയിൽ മറ്റാര് പോകുമെന്നറിയില്ല. ഏതായാലും ഇത് രാഷ്ട്രീയപരമായ വീണ്ടും ഒരു ഐഡിയോളജിക്കൽ സ്പ്ലിറ്റിന് വഴിവെക്കും. ഇതിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്നത് വളരെ വളരെ നിർണായകമാണ്. കോൺഗ്രസിനെ ഇപ്പം സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമുണ്ട്. അവരവിടെ സോണിയാഗാന്ധിക്ക് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റല്ല മല്ലികാർജ്ജുൻ ഖാർഗെയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാം ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു ഇതാണ് കോൺഗ്രസ് എന്നത്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ നിലപാടിന് അപ്പുറത്തേക്ക് സോണിയാഗാന്ധിക്കും പോകാൻ കഴിയില്ല. അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും എന്ത് നിലപാടെടുക്കും, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭാവി കൂടി നിർണ്ണയിക്കുന്നതായിരിക്കും ഈ ചടങ്ങിൽ അവരെന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത്. അത് കോൺഗ്രസിൻ്റെ മറ്റ് മതേതര ന്യൂനപക്ഷ പിന്തുണയൊക്കെ ഉള്ള കക്ഷികൾ ഇത് ഒഴിവാക്കണമെന്ന് ശക്തമായി ആവശ്യം അവർക്ക് മുന്നിൽ വെക്കുമ്പോൾ അതാണോ ഇനി അവർക്ക് രാഷ്ട്രീയമായി കൂടുതൽ ഗുണകരമാകുക എങ്കിൽ ഒരുപക്ഷെ അവർക്കതിൽ നേട്ടമുണ്ടാകും. പക്ഷേ അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾക്ക് വഴി നൽകും എന്നതുകൂടി ശ്രദ്ധേയമാണ്. റൈറ്റ്. എന്തായാലും സംസ്കാരങ്ങളുടെ ഈറ്റില്ലം എന്ന് പുകൾപെറ്റ നാടാണ് നമ്മുടെ ഭാരതം. ജാതിയിലും മതത്തിലും വേഷഭൂഷാദികളിലും എല്ലാം സംസ്കാരം കുടികൊള്ളുന്ന, നാനാത്വത്തിൽ ഏകത്വം എന്ന സവിശേഷത പുലർത്തുന്ന ഒരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങൾ, ആരാധനാക്രമങ്ങൾ ഇവയൊന്നും വർത്തമാന കാലഘട്ടത്തിലും മാറ്റി നിർത്താൻ നമുക്ക് പൂർണ്ണമായും സാധിക്കില്ല. രാഷ്ട്രീയവും ഈ ആരാധനകളുമായും ക്ഷേത്രങ്ങളുമായും മറ്റ് ദേവാലയങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും ഭാരതം കടന്നു പോകുന്നത് എന്നത് വസ്തുത തന്നെയാണ്. അവിടെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ ഇടമുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് വോട്ടാണ്. ആ വോട്ടിന് എന്ത് അനുകൂല ഘടകമാക്കാം എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അയോധ്യ എന്ന പേരും രാമക്ഷേത്രവും രാഷ്ട്രീയ ചർച്ചകളിൽ നിറയും. ഇന്ന് ഇലക്ഷൻ ചാനൽ ഇവിടെ പൂർത്തിയാവുകയാണ്.